എല്ലാരും ഒന്ന് ഊതിക്ക്. ഊത് 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 ഊത്. ശ്രമിച്ചു പോയി. നീ ഊതണ്ട. അത്രയ്ക്കും തണുപ്പാണ് ഗൈസ്. ഇത് ഒരു ഇടവഴിയാണ്. ഞാനാണ് ഗൂഗിൾ മാപ്പിൽ നോക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇവര് മടുത്തു. ഓ വീഡിയോ ഗൈസ് ഞാൻ പിന്നെ വരാം. ഞാനായിരുന്നു ഗൂഗിൾ മാപ്പ്. ഇത് ഇവിടെ നടാ. ഓക്കെ, ഇതിന് ലൈറ്റ്. അയ്യോ കോപ്പിറൈറ്റ്. ഇതെന്റെ ഐഫോൺ, എന്റെ നേരെ കോപ്പിറൈറ്റ് അടിക്കുന്നത് കാണണല്ലോ. ഹലോ. ഓക്കെ, അവൻ എന്താ അറിയാം യൂട്യൂബിനെ പറ്റി. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ കാണാവോ? എന്നാ എന്നെ ഒന്ന് പിടിച്ചേ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു പ്രത്യേക ഇന്ന് ഞങ്ങളൊരു പ്രത്യേകതരം വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ പാതിരാത്രി ജർമ്മനിയുടെ കൂടെ കുരുട്ടിൽ ഞങ്ങൾ നിൽക്കുവാണ്. എന്തിനു വേണ്ടിന്ന് അറിയണ്ടേ? നോക്ക് ഗൈസ്, ഇതാ ഈ ഫ്രിഡ്ജ് എടുക്കാൻ വന്നാണ് ഞങ്ങള്. ഓക്കെ ഗൈസ്, ഫ്രീ ആയിട്ട് ഞങ്ങൾക്കൊരു ഫ്രിഡ്ജ് കിട്ടി. എങ്ങനെയാണെന്ന് അറിയണ്ടേ? അതിനുവേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പൊ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നേരത്തെ തിരക്കിട്ട് ഇത് ചിലപ്പോൾ ഞങ്ങളിപ്പോൾ എവിടെയാണ് വന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിൽ ഫ്രിഡ്ജ് എടുക്കാൻ വന്നതാണ്. ഈ ഫ്രിഡ്ജ് ഞങ്ങൾക്ക് എങ്ങനെ കിട്ടി? അതായിരിക്കും അടുത്ത ചോദ്യം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മനിയിലെ ഒരു സമ്പ്രദായമാണ്. ഞാനേ ഈ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, ഞാനൊരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പല്ലിന് ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിങ്ങനെ ഇച്ചിരി ഇങ്ങനെ കുഞ്ഞ പോലെ ആയി പോവും. പക്ഷെ നിങ്ങളത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ജർമ്മനിയിലെ ഒരു സമ്പ്രദായമാണ് ഫെർഷെങ്കൻ. ഈ ഫെർഷെങ്കൻ ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ജർമ്മനിയിലുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടാത്തൊരു സാധനം മറ്റുള്ളവന് ഉപയോഗമായിട്ട് കൊടുക്കുന്നു. അതാണ് ഗീവ് ആൻഡ് ടേക്ക്, അങ്ങനെ ഒരു സംഭവം. അപ്പോൾ അത് പല രീതിയിലുണ്ട്. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കും, നമുക്ക് വേണ്ടവർക്ക് വന്നിട്ട് എടുക്കാം. അല്ലെങ്കിൽ ക്ലൈനൻ അൻസൈഗ് എന്ന് പറയുന്നൊരു ആപ്പുണ്ട്. ആ ആപ്പിനകത്ത് ഫെർഷെങ്കൻ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമുക്ക് വേണ്ടാത്ത എന്ത് സാധനം ഇങ്ങനെ നമുക്ക് ഇടാം. അപ്പോൾ വേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുക്കും. അതുപോലെ തന്നെ അങ്ങനെ ഇട്ടവരുടെ നമുക്ക് വേണമെങ്കിൽ അത് എടുക്കുകയും ചെയ്യാം. അങ്ങനെ ഇപ്പോൾ അബയൊക്കെ ഒരു റൂം മാറുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പല സാധനങ്ങളും അവിടെ ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് ഫെർഷെങ്കൻ ഇങ്ങനെ കളക്ട് ചെയ്യുവാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു ഫ്രിഡ്ജ് കിട്ടിയത്. ക്ലൈനൻ അൻസൈഗ് എന്ന് പറയുന്ന ആപ്പിലൊക്കെ ഇങ്ങനെ കിടക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അവരോട് പറയും ഞങ്ങൾ പോയി എടുത്തോളാം, നമ്മൾ വന്ന് എടുത്തോളാം എന്ന് പറയും. നമുക്ക് ആ സാധനം കിട്ടും. നല്ലൊരു കാര്യമല്ലേ അത്? മറ്റുള്ളവന് വേണ്ടാത്തൊരു കാര്യം മറ്റുള്ളവന് വേറൊരുത്തിന് ഉപയോഗം. നല്ലൊരു കാര്യമാണത്. നമ്മുടെ ഇന്ത്യയിൽ അത് കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിലേക്കൂടെ അപ്പോൾ ഇവര് മടുത്തോ നമുക്ക് ഇടയ്ക്കൊന്ന് ചോദിക്കാം. നിങ്ങൾ മടുത്തോ? മടുത്തോ? ഓക്കെ, മടുത്തോ ജിമ്മ മടുത്തിട്ടില്ലല്ലേ? ഓക്കെ, അപ്പോൾ ഇത് നല്ല സൂപ്പർ ഫ്രിഡ്ജാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല, ഇതിന് ഡിഫക്റ്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, ലൈറ്റ് എന്തോ കത്തില്ല. അത് ഞാൻ ടോർച്ച് അടിച്ചെടുത്തു. അപ്പോൾ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ആകെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് കത്തത്തില്ലെന്നേ ഉള്ളൂ. അതൊരു പ്രശ്നമല്ലല്ലോ. നമുക്ക് ടോർച്ച് കത്തിച്ച് തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഓക്കെ, അതിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ. അത് തന്നെ, ലൈറ്റ് റൂമിന്റെ ലൈറ്റ് ഉണക്കിയാ പോരെ പൊട്ടന്മാര്. അപ്പോൾ ഈ ഒരു പ്രശ്നമേ ഉള്ളൂ. നാട്ടിലാണെങ്കിൽ ഈ ഒരു ഫ്രിഡ്ജിന് നാട്ടിൽ എത്ര രൂപ വരും മിനിമം? ഇതിനെങ്ങനെ വയ്ക്കാനായാലും 10,000 രൂപ അതിന്റെ യൂസ്ഡ് ആണെങ്കിൽ 10,000-നൊന്നും ഇത് കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. ഇതാണ് കൊച്ചാക്കും നമ്മളെ.
ഇവന്റെ വീട്ടിലോട്ടൊക്കെ അല്ലേ ഇത് ISO-മാർക്ക് ഇത് ഇന്ത്യയിൽ നിന്ന് ചാത്തും സാധനത്തെ കാർബോർഡ് iOS എന്ന് പറയുന്ന ഐഫോണിന്റെ മാർക്ക്. സോറി ISO. ഞാൻ ISO-യാ. എടാ ഇന്ത്യൻ സ്റ്റേറ്റ് ഉള്ള സാധനം. ആ ഇത് പെണ്ടാനെ അതാ പുള്ളിക്കാരുടെ പേരാ. പെണ്ടാനെ. ഓ ഇത് പെണ്ണിന്റെ ആണേന്ന് ഒരു പെണ്ണ്. ഇത് നത്തിങ്ങിന്റെ ഫ്രിഡ്ജാ. നത്തിങ്. അപ്പൊ നിങ്ങൾ കരുതുന്നുണ്ട് ഇത് നത്തിങ് ആണെന്ന്? വെറുതെ ആണ്. നത്തിങ് എന്ന് പറഞ്ഞൊരു ഇവിടെ ഇതിൽ ലൈറ്റ് കത്തില്ല. നമ്മൾ കുറ്റങ്ങൾ ചെയ്ത് നടക്കുവാണെങ്കിൽ അതിനെ നടക്കാൻ പറ്റത്തുള്ളൂ. സാധനം കൈ കിട്ടിയ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ഉപയോഗിക്കുക. അല്ലാണ്ട് നമ്മൾ ഒരു പുതിയതായിട്ട് വാങ്ങണമെങ്കിൽ എത്ര പൈസ ഒന്നും അല്ല. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഈ ചെറിയ വീഡിയോ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്, കാണണം. അപ്പൊ ഞാൻ ഇപ്പൊ ഒന്ന് ഇത് ചെയ്യാണ്, കാരണം എനിക്ക് ഭയങ്കര മുക്കലിപ്പ്, ഭയങ്കര തണുപ്പാണല്ലോ. അപ്പൊ കാണാം. ഇവരിപ്പോ വീട് മാറാൻ ഉദ്ദേശിക്കുന്നത്. വീട് മാറുന്നത് ഒരു 15-ാം തീയതിയൊക്കെ ആവും. അപ്പം നമ്മളിത് സൂക്ഷിക്കുന്നത് കെല്ലറിലാണ്. നമ്മുടെ വീട്ടിൻ്റെ അടിയിൽ ഇങ്ങനെ കെല്ലറുണ്ട്. അപ്പൊ ആ കെല്ലറിൻ്റെ ഉള്ളിലാണ് സാധനങ്ങൾ സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടോ, എന്റെ വാക്കിന് ഒരു വിലയില്ലല്ലോ. ഞാൻ ഓൾറെഡി വഴി പറഞ്ഞു കൊടുത്തു. അപ്പൊ ഞാൻ ഒരു യൂട്യൂബർ ആയതുകൊണ്ട് എന്നെ എല്ലാവരും കളിയാക്കാണ്. ഞാൻ പറയുന്നൊന്നും കേൾക്കാറില്ല. എനിക്ക് അത് വലിയ കാര്യമല്ല. ആരും എന്നെ വിളിച്ചിട്ടുണ്ടല്ലോ. ഹലോ, നമ്മള് വീട് തുറക്കുവാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കെല്ലറ്. ഞാൻ ഒരു ദിവസം കെല്ലറിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും.